ഫോർമുല 1 റേസ് നടക്കുമ്പോഴേ ഒരു കാറിൻ്റെ തൊട്ട് ബാക്കിൽ അതേപോലെ വേറെ കാർ പോകണമെന്ന് കണ്ടില്ല. അതിനെയാണ് സ്ലിപ്പ് സ്ട്രീം എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് F1 ഡ്രൈവേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? ഡേർട്ടി എയറിൽ നിന്ന് ഒഴിവായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം സ്പീഡിൽ എത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. നമ്മൾ റിയർ വിങ്ങിൻ്റെ വീഡിയോ ചെയ്ത് ഓർമ്മയില്ലേ? ആ വീഡിയോ കാണാത്ത ആൾക്കാരൊന്ന് പോയി നോക്കുക, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു സ്പോയിലറോ അല്ലെങ്കിൽ റിയർ വിങ്ങോ കൊടുക്കുമ്പോൾ എയർ ഫ്ലോ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വിടും. പിന്നെ റിയർ വിങ് പ്രത്യേകിച്ച് എന്ത് ചെയ്യും? മാക്സിമം ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ F1 കാറിലൊരു റിയർ വിങ് ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ റിയർ വിങ് മുകളിലേക്ക് വിടുന്ന എയർ ഉണ്ടല്ലോ, അത് മുകളിലേക്ക് കയറി പിന്നെ അതേപോലെ താഴേക്കിന് വന്ന് മോർ ടർബുലൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ചുഴി പോലെ അടിക്കുന്ന തരത്തിൽ താഴേക്ക് കയറി വരും ആ കാർ പോകുന്നതോടുകൂടി. ഇതിനെയാണ് നമ്മൾ F1 ഡേർട്ടി എയർ എന്ന് പറയുക. ഇത് ഓൾറെഡി അന്തരീക്ഷത്തിലുള്ള എയറുമായിട്ട് കൂടിക്കലർന്ന് ആ കൂടി ഒരു കൊടുങ്കാറ്റ് പോലെയായിരിക്കും ബാക്കിൽ വരുന്ന F1 കാറിൻ്റെ നേരെ മുന്നിലേക്ക് അടിച്ച് കയറുന്നത്. ഇത് ആ കാറിൻ്റെ നാച്ചുറലി ഉള്ള വിൻഡ് റെസിസ്റ്റൻസിനേക്കാളും ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോഴാണ് നമ്മുടെ F1 റൈഡർ എന്ത് ചെയ്യുന്നത്? ആ ട്രിക്ക് എടുക്കുന്നത്. ഈ മുന്നിൽ പോകുന്ന F1 കാറിൻ്റെ തൊട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാലോ ആ ഡേർട്ടി എയർ പൊന്തിച്ച് ലിഫ്റ്റ് ചെയ്തിങ്ങനെ വിടുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് ബാക്കിലൊരു എയർ പോക്കറ്റ് പോലെ ഒരു ചേംബർ പോലത്തെ ഒരു സ്പേസ് ആയിരിക്കും, ഒരു വാക്യൂം അവിടെ ഉണ്ടാവും. അതിനുള്ളിലേക്കാണ് നമ്മുടെ ബാക്കത്തെ ഡ്രൈവർ കയറി പോകുന്നത്. അപ്പോൾ ഡേർട്ടി എയറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മാക്സിമം ഒരു വാക്യൂം പോലത്തെ ഒരു സ്പേസ് ആയിരിക്കും. അവിടെ മാക്സിമം സ്പീഡ് നമുക്ക് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. വിൻഡ് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കുറഞ്ഞ ഫ്യൂലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ സ്ലിപ്പ് സ്ട്രീം ഓൺലി ഹെൽപ്സ് ഇൻ സ്ട്രൈറ്റ്സ്. എങ്കിലും കോർണേഴ്സിലൊക്കെ ചില വിരുദ്ധന്മാർ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഡേർട്ടി എയർ അടിച്ച് കയറും, ഡൗൺ ഫോഴ്സും ഗ്രിപ്പും കുറയും. നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ പോയി. നേരത്തെ പറഞ്ഞ ആ വാക്യൂം ചേമ്പർ അല്ലേ, ആ ഒരു എയർ പോക്കറ്റ് പോലെ എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് എടുത്തെറിയപ്പെട്ട പോലെ ഫീൽ ആയിരിക്കും റൈഡർക്ക് ഉണ്ടാകുക. അങ്ങനെ ജോർജ് റസൽ, ലാൻസ് സ്ട്രോൾ, റോമൻ ഗ്രോസ്ജീൻ തുടങ്ങിയ റൈഡേഴ്സൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ക്രാഷ് ആയിട്ടുണ്ട്.